PK Techന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനുള്ളത് ഫ്ലിപ്പ്കാർട്ടിലാണ്. ഫ്ലിപ്പ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലാണുള്ളത്. അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ വെബ്സൈറ്റിൽ വരാനുള്ള കാരണം എന്തായിരിക്കും? ഫ്ലിപ്പ്കാർട്ടിൻ്റെ ദിവാലി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ദിവാലി സെയിൽ എന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിലുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ന് ആമസോണിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആൻഡ് ആമസോൺ, ഈ രണ്ട് ആമസോണിൻ്റെയും ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ഓഫേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഫ്ലിപ്പ്കാർട്ടിൻ്റെ ദിവാലി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽസിനൊക്കെ നല്ല വിലക്കുറവ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ഓഫേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബാനറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓഫേഴ്സ് എന്താണെന്ന് ഒന്ന് നോക്കി വെച്ച് വരാം. ഫ്ലിപ്പ്കാർട്ടിൽ കുറേയേറെ മൊബൈൽസിനൊക്കെ വിലക്കുറവ് വന്നിട്ടുണ്ട്. വിലക്കുറവ് ഡിസ്കൗണ്ടുകളുണ്ട്. റിയൽമി 7 8GB ആണ്, 64MB ക്വാഡ് ക്യാം, 9050 HS ഡിസ്പ്ലേ. റിയൽമി 7 11,500 രൂപക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റിയൽമി 7 നല്ലൊരു മൊബൈലാണ്, പക്ഷേ ലിമിറ്റഡ് പീരീഡ് ഡീലാണുള്ളത്. ദിവാലി ഓഫറാണ്, ദിവാലി സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും റിയൽമി 7 നമുക്ക് 14,500 രൂപയ്ക്ക് ഉണ്ട്. പോക്കോ M2 Pro നമുക്ക് 17,000 രൂപയുടെയാണ് പോക്കോ M2 Pro. ആ ഒരു മൊബൈൽ നമുക്കിവിടെ 11,000 രൂപയ്ക്കും, റിയൽമി 7 നമുക്ക് 18,000 രൂപയുടെ മൊബൈൽ നമുക്ക് 11,500 രൂപക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ റിയൽമി 7, പോക്കോ M2 Pro ഈ രണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് നല്ലൊരു വിലക്കുറവ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ 18,000 രൂപയുടെ മൊബൈൽ 11,500നും, അതുപോലെ തന്നെ 17,000 രൂപയുടെ മൊബൈൽ 11,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓഫറാണ്. ഫ്ലിപ്പ്കാർട്ടിലാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഈ ഓഫർ? ഇപ്പോൾ കണ്ടപാടം കയറി നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഓർഡർ ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഓഫർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം എല്ലാ ഡിസ്കൗണ്ട് ഓഫറുകൾക്കും അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ടാവും. അതിപ്പോൾ ചിലപ്പോൾ ഓരോ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കാകാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ തന്നെ വാലറ്റ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കാം ഈ ഒരു ഓഫറൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ റിയൽമി 7 ആൻഡ് പോക്കോ M2 Pro ഈ രണ്ട് മൊബൈലുകളിലും ഞാൻ ചൂസ് ചെയ്യുന്നത് പോക്കോ M2 Pro ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കൊരു സെക്കൻഡറി ഫോണോ ആയിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ റിയൽമി 7 നല്ലൊരു ചൂസാണ്, നല്ലൊരു മൊബൈൽ തന്നെയാണ്. അല്ലെങ്കിൽ പോക്കോ M2 Pro ഒരു ഗെയിമിംഗ് ഫോണൊക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു മൊബൈലാണ്. ഇതിൽ റിയൽമി 7 നമുക്ക് 18,000 രൂപയുടെ മൊബൈൽ 11,500. അപ്പോൾ നമുക്ക് ആ ഒരു ഓഫർ ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റഡ് പെർ ഡീലിനായിട്ട് മുകളിലത്തെ നിങ്ങൾക്ക് കൊടുത്തിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പോക്കോ M2 Proൻ്റെ ഡീലാണെങ്കിലും ലൈറ്റിംഗ് ഡീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിയൽമി 7 64GBയുടെ 18,000 രൂപയുടെ മൊബൈൽ 15,000 രൂപക്കും, അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ മറ്റു വേരിയൻ്റ് 128GB. അപ്പോൾ അത് ഇവിടെ 21,000 രൂപ എന്ന് കാണുന്നുണ്ട്. 20,000 രൂപ എന്നയുടെ മൊബൈൽ 17,000 രൂപയ്ക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അപ് ടു 17,000 രൂപയ്ക്ക് 19% ഓഫ്. ഇവിടെ 21,000 രൂപയുടെ മൊബൈൽ 20,000 രൂപയുടെ മൊബൈൽ നോ കോസ്റ്റ് EMI അപ് ടു 1,900 ഓഫ് ഓൺ എക്സ്ചേഞ്ച്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫറിലാണ് നമുക്ക് ഈ ഒരു 21,000 രൂപയുടെ മൊബൈൽ 17,000 രൂപയ്ക്ക് കിട്ടും. 19% ഓഫും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ഓഫറും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ
റിയൽമി 7 64 GB അതുപോലെ തന്നെ 120 GB അല്ലെ റിയൽമി 64 GB ഇതിൽ നമുക്ക് റിയൽമി 64 GB സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ, അതായത് 6 GB റാമും 64 GB സ്റ്റോറേജും ഉള്ള റിയൽമി 7 മൊബൈലിന് നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു 16% ഓഫറും അതുപോലെ തന്നെ ആ എക്സ്ചേഞ്ച് ഓഫറും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ റിയൽമി 7 64 GB 6 GB റാമും 64 GB ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയൽമി 7 നല്ലൊരു മൊബൈലാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഗെയിമിംഗ് ഫോണൊക്കെയാണ്, പക്ഷെ എന്നാലും ഒരു വലിയൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല. എന്നാലും നമുക്ക് ഗെയിമിങ്ങിനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു മൊബൈലാണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മൊബൈലിനെ കുറിച്ചല്ല പറയുന്നത്, ഫ്ലിപ്കാർട്ട് ഓഫേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു 3000 ഓഫും കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 18,000 രൂപയുടെ മൊബൈലാണ് 15,000 രൂപ കിട്ടുന്നത്. അതിൽ 60% ഓഫും അതുപോലെ തന്നെ EMI ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 18,000 രൂപയുടെ മൊബൈൽ 60% ഓഫും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ 3000 രൂപയുടെ ഒരു ഓഫുമാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രൈസ് വരുന്നത് 15,000 രൂപ. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫേഴ്സ് നോക്കാൻ പറ്റും. അവൈലബിൾ ഓഫേഴ്സ്, ഗെറ്റ് ഇറ്റ് ഫോർ ആസ് ലോ ഓസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 1100 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഇതും ICICI ക്രെഡിറ്റ് അതുപോലെ തന്നെ സിറ്റി ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സിന്. ബാങ്ക് ഓഫേഴ്സ് ഉള്ളത് ഒരു 10% ICICI ക്രെഡിറ്റ് കാർഡ്സിനും അതുപോലെ തന്നെ ഒരു 1500 നമ്മുടെ അതുപോലെ തന്നെ ഇവിടെ ഇതിൽ നമുക്ക് ബാങ്ക് ഓഫർ മാക്സിമം ഒരു 1500 രൂപയുടെ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 5000 രൂപയുടെ മുകളിലോട്ടുള്ള നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരു ബില്ല് ടോട്ടൽ കണക്ട് ചെയ്ത് കൂട്ടിയാൽ ഒരു 5000 രൂപയുടെ മുകളിലോട്ടൊക്കെ ഉള്ളതിലാണെങ്കിൽ അത് കൂടുതൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ബാങ്ക് ഓഫേഴ്സിൽ 10% എക്സ്ട്രാ ഓഫും അതുപോലെ തന്നെ ഒരു 1000 രൂപയുടെ ട്രാൻസാക്ഷൻ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു ICICI ക്രെഡിറ്റ് ബാങ്കോ അല്ലെങ്കിൽ സിറ്റി ബാങ്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലെ ഒരു യൂസറാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കൂടുതൽ ഓഫേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ബാങ്ക് പോയിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ആകാൽ നിങ്ങൾക്ക് ഈ ഓഫറൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഒരു 16 ഓഫേഴ്സും കൂടി എക്സ്ട്രാ ഉണ്ട്. ഇവിടെ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓഫേഴ്സ് മുഴുവനും ഉണ്ട്. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു 16 ഓഫേഴ്സും കൂടി എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സിസ് ബാങ്ക് ഡെബിറ്റ് കാർഡിനുണ്ട് ഒരു 10% ഓഫ്. ഒരു ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനും ഉണ്ട് ഒരു 750 രൂപയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5000 രൂപയുടെ ബില്ലാണ് വരുന്നുണ്ട്. 5000 രൂപ നമ്മൾ ചെയ്ത ഓർഡറിന് 5000 മേളിലോട്ടേക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത മൊബൈലാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നതെങ്കിൽ അതിനൊരു എക്സ്ട്രാ ഓഫർ ഉണ്ടാവും. ഓർഡേഴ്സിൻ്റെ ആ ഒരു ഓഫർ, അതിൻ്റെ ഒരു നമുക്കിപ്പോൾ ഏതൊരു ഓഫറിനായാലും അതിനൊരു ലിമിറ്റ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊന്നാണ് നമ്മുടെ ഈ ഒരു 5000 രൂപയുടെ മുകളിലോട്ടായിരിക്കണം എന്നുള്ളത്. അതായത് ആക്സിസ് ക്രെഡിറ്റ് ബാങ്ക് കാർഡ്സ് യൂസ് ചെയ്യുന്ന 10% ഓഫ് ഉണ്ട്. അതിന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന മൊബൈൽ അല്ലെ പ്രൊഡക്റ്റിൻ്റെത് 5000 രൂപയുടെ മുകളിലായിരിക്കണം അതിന് പ്രൈസ് വരുന്നത്. ഇവിടെ ഓഫേഴ്സൊക്കെ കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഇപ്പോൾ റിയൽമി 7 അല്ലെങ്കിൽ ഏതൊരു മൊബൈൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓഫേഴ്സ് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൊബൈൽ നോക്കാം. ഇതിൽ റിയൽമി 7 GB 18,000 രൂപയുടെ മൊബൈൽ 10,000 രൂപയ്ക്ക്. അപ്പോൾ ഇതിനും ഓഫറൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ICICI ബാങ്കും ആക്സിസ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസേഴ്സിനൊക്കെ ആയിരിക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ആയിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ആയിരിക്കും ഒരു ഓഫർ ഉണ്ടാവുക. ഓഫർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പോക്കോ M2 13,000 രൂപയുടേത് 8,500 രൂപയ്ക്ക്. പോക്കോ M2 ഒരു നല്ല ഗെയിമിംഗ് ഫോണാണ്. നമുക്ക് PUBG ഒക്കെ കളിക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു മൊബൈൽ എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഉള്ള സമയത്ത് പോക്കോ M2 ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്കോ M2 നല്ല മൊബൈലാണ്.
വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ 13,000 രൂപയുടെ മൊബൈൽ 8,500 രൂപയ്ക്ക്. അപ്പോൾ ഈ ഒരു ഓഫർ നല്ലൊരു ഓഫറാണോ എന്ന് പറയണമെങ്കിൽ ഒരു ഓഫർ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലാണ് നോക്കിയത്, ആമസോണിൻ്റെ തന്നെ ഓഫറുണ്ട്, അതും കൂടി നോക്കിയിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫറാണോ നല്ലത് അല്ല ആമസോണിൻ്റെ ഓഫറിലാണോ ഒരു വലിയൊരു ഓഫർ തരുന്നത്. റെഡ്മി 9i 4GB 128GB 11,000 രൂപയുടെ മൊബൈൽ 8,099 രൂപയ്ക്ക് നല്ലൊരു ഓഫർ തന്നെയാണ്. ഇതിലിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ 3 പ്രൊഡക്റ്റ് വാങ്ങിയ ബൈ 3 പ്രൊഡക്റ്റ് ഗെറ്റ് 5% ഓഫ്, അല്ലെങ്കിൽ ബൈ 4 പ്രൊഡക്റ്റ് ഗെറ്റ് 10% ഓഫ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും, അതായത് ഇപ്പോൾ മാക്സിമം 3 പ്രൊഡക്റ്റും അതുപോലെ മാക്സിമം 4 പ്രൊഡക്റ്റിനുമാണ് 5% 10% ഓഫ് കൊടുത്തില്ല. അത് 3 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 3 പ്രൊഡക്റ്റിനായിരിക്കാം, അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റിനും ആയിരിക്കാം, 4 പ്രൊഡക്റ്റിനും, അതായത് 3 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നാലാമത്തെ ഒരു പ്രൊഡക്റ്റിനാകുമ്പോൾ 10% ഓഫർ. അങ്ങനെയായിരിക്കാം ഈ ഒരു ഓഫർ ഫ്ലിപ്പ്കാർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അടുത്ത മൊബൈൽ പോക്കോ C3 ആൻഡ് ഇൻഫിനിക്സ് ഹോട്ട് 9 Pro. ഇൻഫിനിക്സ് ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇൻഫിനിക്സ് മൊബൈൽ പലരും ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 9 Pro മൊബൈലാണ് 13,000 രൂപയുടെ മൊബൈൽ 9,500 രൂപയ്ക്ക്. അതുപോലെ തന്നെ പോക്കോ C3. അപ്പോൾ പോക്കോ C3യുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ പോക്കോ C3 മെറ്റൽ ബ്ലാക്ക് 6,500 രൂപയുടെ മൊബൈലാണ്. അപ്പം പോക്കോ C3യുടെ 7,500 രൂപയുടെ 3GB മൊബൈൽ, അതും 6,500 ഈ ഒരു ഓഫറുണ്ട്. ഫ്ലിപ്പ്കാർട്ടിലെ ഏറ്റവും കൂടുതൽ പോക്കോയുടെ തന്നെ മൊബൈൽസിന് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ പോക്കോൻ്റെ മാത്രം ഓഫേഴ്സ് എടുത്തിട്ട് പറയാനുണ്ടാകും. അപ്പോൾ പോക്കോ C3 ആൻഡ് ഇൻഫിനിക്സ് ഹോട്ട് 9 Pro എടുക്കുമ്പം പറയുന്നത് ഇൻഫിനിക്സ് നല്ലൊരു മൊബൈലാണ്. ഇൻഫിനിക്സിൻ്റെയും പുതിയ മോഡലുകളും അതുപോലെ പുതിയ പല കാര്യങ്ങളും ഇൻഫിനിക്സിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫിനിക്സ് ഒരു ചൈന കമ്പനി ആണെങ്കിലും നമുക്ക് ഇൻഫിനിക്സിൻ്റെ ഇപ്പോൾ നല്ല രീതിയിൽ മൊബൈലുകളൊക്കെ വരുന്നുണ്ട്, നല്ല ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലത്. പക്ഷേ പോക്കോ C3 സജസ്റ്റ് ചെയ്യും. അപ്പോൾ പോക്കോ C3 എങ്ങനെയാണ്, നല്ല മൊബൈലാണോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ അറിയാനുള്ള അതിൻ്റെ റിവ്യൂ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയും. അപ്പോൾ പോക്കോ C3 ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 6,500-നും അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9 Pro 9,500 രൂപക്കും. ഐഫോൺ XR 38,000 രൂപ, 39,000 രൂപ, 47,000 രൂപയുടെ മൊബൈലാണ് ഐഫോൺ XR ഒക്കെ എടുക്കാൻ പ്ലാനുള്ളവരൊക്കെ ഈ ഓഫേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റിയൽമി നാർസോ 20 Pro ഈ ഒരു മൊബൈൽ, നാർസോ 20 Pro ഈ ഒരു മൊബൈൽ 17,000 രൂപയുടെ മൊബൈൽ 12,500 രൂപ. ഈ റിയൽമി നാർസോ 20 Pro മൊബൈൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് മൈക്രോമാക്സിൻ്റെ ഒരു മൊബൈൽ ഇറങ്ങുന്നുണ്ട്. മൈക്രോമാക്സിൻ്റെ മൊബൈൽ ഒരു എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ കൂടി ഒന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ റിയൽമി നാർസോ 20 Pro എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് നോക്കിയാൽ മതി. കാരണം റിയൽമി നാർസോ 20 Proനെക്കാളും ഞാൻ മൈക്രോമാക്സിൻ്റെ ആ ഒരു മൊബൈൽ സജസ്റ്റ് ചെയ്യും. കാരണം ഞാനിപ്പോൾ ഒരു മൈക്രോമാക്സ് യൂസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൈക്രോമാക്സിനോട് ആ ഒരു ഇഷ്ടം മാത്രമല്ല, മൈക്രോമാക്സിൻ്റെ പുതിയൊരു ഫോണ് ഈ ഒരു റിയൽമി നാർസോ 20 Proനെക്കാട്ടും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളെ അങ്ങനെ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് ഈ റിയൽമി നാർസോ 20 Proൻ്റെ ഒരു റിവ്യൂ വീഡിയോ എടുത്ത് കാണുക, അല്ലെങ്കിൽ മൈക്രോമാക്സിനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ നോക്കാനൊക്കെ പറ്റും. 10-ാം തീയതിയാണ് മൈക്രോമാക്സിൻ്റെ ഈ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ള. 10-ാം തീയതി ലോഞ്ച് ആവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലോഞ്ചിന് ശേഷം നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ഈ നാർസോ 20 Pro എടുക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു മൈക്രോമാക്സും കൂടി നിങ്ങളുടെ ഒരു ഇതിൽ ഒന്നും കൂടി നോക്കിക്കോ. ആ ഒരു മൊബൈലും കൂടി ഒന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ റിയൽമി C15 ഉണ്ട്, അതും 12,000 രൂപയുടെ മൊബൈൽ 8,099 രൂപയ്ക്ക്. അപ്പോൾ പല മൊബൈൽസിൻ്റെയും എക്സാക്ട് പ്രൈസ് ഒന്ന് നോക്കുക, അതുപോലെ തന്നെ അതിൽ ഓഫേഴ്സും നോക്കുക, അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിൽ മറ്റ് മൊബൈൽസിൻ്റെ ഓഫേഴ്സും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പോ റെനോ 2F 16GB 256GB 20,000 രൂപയുടെ മൊബൈൽ, 9,990 രൂപയുടെ മൊബൈൽ ജസ്റ്റ് 15,490 രൂപയ്ക്ക്. അതുപോലെ തന്നെ മറ്റ് മൊബൈലിൻ്റെ ഓഫേഴ്സും കൂടി നോക്കാം. ഏകദേശം എല്ലാ മൊബൈൽസും കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. റെഡ്മി C11 2GB 32GBയുടേത് 9,000 രൂപയുടെ മൊബൈൽ
2 GB നോക്കുമ്പോൾ നിങ്ങൾ 2 GB 32 GB റിയൽമി C11 എടുക്കുന്നവരോട് പോക്കോ C3 എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം റിയൽമി C11നെക്കാളും പോക്കോ C3 പ്രൊസസ്സർ വെച്ചിട്ടാണെങ്കിലും നല്ലൊരു മൊബൈലാണ്. C11 C3 എടുക്കാൻ C11നെക്കാളും പോക്കോ C3 കുറച്ചും കൂടി നിങ്ങൾക്കൊരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ 7000 രൂപയാണ് C11 2 GB 32 ഉള്ളത്. അപ്പോൾ ഇതിന് 6500 രൂപയ്ക്ക് പോക്കോ C3 നമുക്കിപ്പം ഫ്ലിപ്പ്കാർട്ടിലൂടെ വാങ്ങാൻ പറ്റും. അപ്പോൾ C11 എടുക്കാൻ പോകുന്നവർ C3 കൂടി ഒന്ന് നോക്കുക. റാമിൻ്റെ എല്ലാം 3 GB ഉണ്ട്. പ്രൊസസ്സറിൻ്റെ കാര്യത്തിലാണെങ്കിലും C11നെക്കാട്ടും ബെറ്ററാണ്. അതുപോലെ തന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ 6 GB ആൻഡ് 64M ക്വാഡ് ക്ലെയിം പ്രോസസ്സർ വരുന്നത് ജസ്റ്റ് 15000 രൂപ 20000 രൂപയുടെ മൊബൈലാണ് മോട്ടറോള വൺ ഫ്യൂഷൻ. അടുത്തതായി നമ്മുടെ പോക്കോ X2 ആണ്. പോക്കോ X2 256 GB 256 GB മൊബൈൽ 11000 രൂപയുടെ മൊബൈൽ 13500 രൂപയ്ക്ക് പോക്കോ X2. പോക്കോയുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോക്കോയുടെ തന്നെ പല മൊബൈലുകൾക്കും X2 ലാസ്റ്റ് നമ്മുടെ പോക്കോൻ്റെ ഇതിൽ നോക്കിയാൽ ലാസ്റ്റ് പോക്കോ X2 പോക്കോ C3 പറഞ്ഞു, അതുപോലെ തന്നെ പോക്കോ M2 Pro പറഞ്ഞു, പോക്കോ X2. അപ്പോൾ ഈ മൊബൈൽസുകൾക്കൊക്കെ ഓഫറുകൾ ഫ്ലിപ്പ്കാർട്ടിലുണ്ട്. ഇപ്പോൾ പോക്കോൻ്റെ തന്നെ ഓഫറുകളാണ്. അപ്പോൾ അതിൽ തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫറും ഉണ്ട്, അഷ്വേർഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അതിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഓഫേഴ്സ് ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചതുപോലെ നിങ്ങളതിൽ ഓഫേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൻ്റെ ഓഫേഴ്സോ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അഷ്വേർഡ് ഓഫേഴ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ നിൽക്കുക. ഓഫറിൽ ഇതുപോലെ പ്രൈസ് കണ്ട് അപ്പം തന്നെ ചാടിക്കയറി ഓർഡർ ചെയ്യാതെ നോക്കുക. അപ്പോൾ നമുക്കിനി ഫ്ലിപ്പ്കാർട്ടാണ്, നമുക്ക് ആമസോണിലേക്ക് ചാടാം. ഇപ്പോൾ ഉള്ളത് ആമസോണിലാണ്. അപ്പോൾ ആമസോണിൻ്റെ ഓഫേഴ്സും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആമസോണിൻ്റെ ഓഫർ നവംബർ 8 മുതൽ 19 വരെയാണ്. അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ 5, 8, 9 ഇതുപോലെ തന്നെ 13 വരെയാണ്. ആമസോണിൻ്റെത് നവംബർ 13 അവസാനിക്കും ഈ ഓഫർ. അപ്പോൾ നമുക്ക് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫേഴ്സ് നമുക്ക് നോക്കാം. ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫേഴ്സിൽ വരുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ 13 ഈ ഒരു ഓഫർ അവസാനിക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, നോ കോസ്റ്റ് EMI ഓഫർ ഉണ്ട്, ടോട്ടൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഓഫർ ഉണ്ട്, അതുപോലെ ഗ്രേറ്റ് പ്രൈസ്. ഇപ്പോൾ SBI കാർഡിനാണ് നമ്മുടെ ആമസോൺ ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആമസോൺ പേനും ഉണ്ടോ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വിത്ത് SBI ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SBI ക്രെഡിറ്റ് കാർഡ് സൗകര്യമാണ് ആമസോണിൻ്റെ ഓഫറിൽ വന്നിട്ടുള്ളത്. മറ്റ് ഓഫേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ആമസോണിൻ്റെ 32 ഡീൽസിലാണ്, ടോപ്പ് ഡീൽസ് മൊബൈൽസിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ്മി നോട്ട് 9 സ്റ്റാർട്ടിങ് 11000 രൂപ, അതുപോലെ തന്നെ സാംസങ് ഗാലക്സി M21 സ്റ്റാർട്ടിങ് 12500 രൂപ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഫേഴ്സ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SBIയുടെ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് കാർഡ്. നോക്കിയ 5.3 12500 രൂപ 10% ഇൻസ്റ്റൻറ്റ് SBI ഡെബിറ്റ് കാർഡ്. ഓപ്പോ A15 10490 രൂപ. അതുപോലെ തന്നെ മറ്റൊരു മൊബൈൽ OnePlus 8 5G ആണ്, ശ്രദ്ധിക്കണം 5G ആണ്. OnePlusൻ്റെ 8T 5G 43,000 രൂപ വിത്ത് SBI ക്രെഡിറ്റ് കാർഡ്. സാംസങ് ഗാലക്സി M51 19,500 രൂപ 29,000 രൂപയുടെ മൊബൈലാണ്. സാംസങ് ഗാലക്സി M31s 18,500 രൂപ 23,000 രൂപയുടെ മൊബൈലാണ്. റെഡ്മി നോട്ട് 9 Pro 4GB 128 GBയുടേത് 18,000 രൂപയുടേത് 12,000 രൂപക്കാണ്. 10% അല്ല, ഫ്ലാറ്റ് 2,000 ഡിസ്കൗണ്ട് വിത്ത് SBI കാർഡ്. അപ്പോൾ 2,000 ഡിസ്കൗണ്ടാണ് നൽകിയിട്ടുള്ളത്. അത് SBIൻ്റെ ക്രെഡിറ്റ് കാർഡിലാണ്. അതുപോലെ OnePlus 70 സീരീസ് വന്നിട്ടുള്ളത് 34,000 രൂപയുടെയാണ്. OnePlusൻ്റെ നേരത്തെ നമ്മൾ 5G കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10% ഇൻസ്റ്റൻറ്റ് SBIയുടെ ഡെബിറ്റ് കാർഡിൽ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് തരുന്നുണ്ട്.
ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയുടെ, അത് OnePlusൻ്റെ ആണ്. അതുപോലെ തന്നെ 2000 രൂപയുടെയൊക്കെ ഡിസ്കൗണ്ടും കാണാം നമുക്ക്. റെഡ്മി നോട്ട് 9 തന്നെ 2000 ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ OnePlusൻ്റെ 70 സീരീസിന് 5000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് SBI ക്രെഡിറ്റ് കാർഡിനാണ്. ഓപ്പോ A15 നിങ്ങൾക്ക് കാണാൻ പറ്റും 4G 64GB. സാംസങ് ഗാലക്സി M21, ഓപ്പോ A5 ഉള്ളത് 15,990 രൂപയുടേത് 8,990 രൂപയ്ക്ക്. സാംസങ് ഗാലക്സി M21 11,500 രൂപയുടേത് സ്റ്റാർട്ടിംഗ് ആണ് സാംസങ് M21. അതുപോലെ റെഡ്മി 9 പ്രൈം 10,000 രൂപയ്ക്ക്. OnePlus 8 5G സീരീസ് അപ് ടു 5% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 പ്രോ 4GB 128GB സാംസങ് M31. അപ്പോൾ റെഡ്മി 9 പ്രോൻ്റെ ഇതിനകത്ത് ഇൻക്ലൂഡിങ് 2000-ൻ്റെ ഒരു SBI ക്രെഡിറ്റ് കാർഡ് യൂസറിന് ഒരു 2000 രൂപയുടെ ഒരു ഓഫും കൂടിയുണ്ട്. സാംസങ് M31 റെഡ്മി നോട്ട് 9 റെഡ്മി നോട്ട് 9-ൻ്റേത് 15,000 രൂപയുടെ മൊബൈൽ 11,000 രൂപയ്ക്ക്. റെഡ്മി 9A ഉണ്ട് 8,500 രൂപയുടേത് 6,800 രൂപക്കും. iPhone 7 21,000 22,000. OnePlus Note 5G 28,000. ഓപ്പോ A15 6GB and 128GB. ഓപ്പോ A15 to 16GB 20,000. പിന്നെ മൊബൈൽ 10,490 രൂപയ്ക്ക്. ഓക്കെ, അത് ഇൻക്ലൂഡിങ് 2,500 ഓഫ് SBI ക്രെഡിറ്റ് കാർഡ് സൗകര്യമുള്ളവർക്കുണ്ട്. അപ്പോൾ ആമസോണിൻ്റെ ഓഫേഴ്സൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഈ ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഓഫേഴ്സ് നോക്കുക. ഇപ്പം റെഡ്മി 9A ആണെങ്കിൽ 8,500 രൂപയുടേതാണ് 9A. അത് 6,799 രൂപ. 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് കാർഡ്. എക്സ്ട്രാ 300 ക്യാഷ് ബാക്കും SBI ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിനാണ് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 300 രൂപയുടെ ക്യാഷ് ബാക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആമസോൺ പേ യൂസേഴ്സിനും ഈ ഒരു 300 രൂപയുടെ ക്യാഷ് ബാക്കും അതുപോലെ തന്നെ ഈ 10% ഉള്ളത് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണ്. 9A 2GB 32GB. 9A-നേക്കാളും പോക്കോ C3 അല്ല റിയൽമി C11 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാങ്ക് ഓഫേഴ്സ് ഉണ്ട് അപ് ടു 6,790 രൂപയുടെ ഡിസ്കൗണ്ട് ഓൺ SBI ക്രെഡിറ്റ് കാർഡ്. നോ കോസ്റ്റ് EMI അപ് ടു 2,000 EMI ഇൻസ്റ്റൻറ്റ് സേവിങ്സ്. ആമസോൺ പേ ICIC ബാങ്കിൻ്റെതാണ്. പിന്നെ ക്യാഷ് ബാക്ക് ഗെറ്റ് ഫ്ലാറ്റ് 300 ക്യാഷ് ബാക്ക് ആമസോൺ പേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർക്കാണ്. പിന്നെ പാർട്ട്ണർ ഓഫേഴ്സ് ഷോപ്പ് ആൻഡ് ഗെറ്റ് ചാൻസ് ടു വിൻ എക്സൈറ്റിംഗ് ക്യാഷ് ബാക്ക്സ്. അതിൽ നമ്മുടെ ഈ ഒരു 300 രൂപയുടെ ഫ്ലാറ്റ് ക്യാഷ് ബാക്കും കൂടാതെ ഇതാണ് ഈ പാർട്ട്ണർ ഓഫേഴ്സ് വരുന്നത്. അതിൽ ബൈ മോർ സേവിങ്സ് ഗെറ്റ് എല്ലാ ഓഫർ ഈ ഒരു ആമസോണിൻ്റെ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ വെച്ചിട്ട് വാങ്ങുന്നവർക്ക് ഒരു 20 രൂപ ക്യാഷ് ബാക്കിന് എലിജിബിൾ ആയിരിക്കും. ചിലപ്പോൾ അതൊരു സ്ക്രാച്ച് കാർഡായിരിക്കും. അല്ല എല്ലാ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നവർക്കും ഉണ്ടാവും. ആമസോണിലാകട്ടെ ഫ്ലിപ്കാർട്ടിലാകട്ടെ നിങ്ങൾ ഓഫേഴ്സ് ചെക്ക് ചെയ്യുക. അല്ലാതെ ഇതിൽ കാണുന്ന ഒരു പ്രൈസും കൂടി കണ്ടപാട് അപ്പം തന്നെ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആമസോണിൽ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഓഫേഴ്സും ചെക്ക് ചെയ്യണം. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഓഫേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തു അത് വാങ്ങുമ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ട പേയ്മെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഓഫർ എങ്ങനെയാണോ ചെക്ക് ചെയ്തതിന് ശേഷം അതുപോലെ അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സൗകര്യമാണ് ICICI ബാങ്ക് ഡെബിറ്റ് കാർഡാണെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞത് കുറച്ചൊക്കെ മൊബൈലിനെ കുറിച്ചും പറഞ്ഞു. മൊബൈലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പോക്കോ C3 അതുപോലെ റെഡ്മി 9A റിയൽമി C11 കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഈ സെയിലുകൾക്ക് മുമ്പ് ബിഗ് ബില്യൺ സെയിലുണ്ടായിരുന്നു. അതിൽ
പോക്കോ C3 ഒക്കെ 6500 അല്ലെങ്കിൽ 7000 ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 6500 അല്ലെങ്കിൽ 7000 രൂപയ്ക്കൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ 7500 രൂപ കൊടുത്തിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ. അത് ഒരു ഇതുമില്ലാതെ, അതായത് ഒരു ഓഫേഴ്സും ഇല്ലാതെ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ 7500 രൂപ കൊടുത്ത് പോക്കോ C3 അപ്ഗ്രേഡ് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിലെനിക്ക് ഒരു ഓർഡർ ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്, ഓർഡർ ചെയ്തിട്ട് മൊബൈൽ പോക്കോ C3 ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ച് നാളത്തേക്കുള്ളൊരു പാക്കിങ്ങും ഷിപ്പിങ്ങും അപ്രൂവും കുറച്ച് ടൈം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു ടൈം വരുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്പം തന്നെ മറ്റൊരു പോക്കോ C3 കൂടി നിങ്ങൾ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെക്കുക. കാരണം അതിൻ്റെ ഷിപ്പിങ്ങോ അല്ലെങ്കിൽ ഷിപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പോക്കോ C3 അനങ്ങാതെ ആ ഒരു പോക്കോ C3 എന്ന ഷിപ്പിങ്ങും അപ്രൂവലൊന്നും കിട്ടാത്ത ആ ഒരു C3 എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാൻസലാക്കി കളയണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എനിക്കങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പോക്കോ C3 കുറച്ച് ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 ദിവസത്തിന് ശേഷം തന്നെ അപ്പം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും ബിഗ് ബില്യൺ ഡീലിനൊക്കെ സമയത്താണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് മൊബൈൽ വാങ്ങിയവർക്ക് ഈ ഒരു ഓഫർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓഫറാണ്. അതുകൊണ്ട് പുതിയതായിട്ട് മൊബൈൽ വാങ്ങുന്നവർക്ക് ഈ ഓഫറൊക്കെ നോക്കിയിട്ട് ആ മൊബൈൽ ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഫേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പേ ചെയ്യേണ്ട ബില്ല് എത്രയാണെന്ന് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആമസോണിൻ്റെ പോക്കോ മൊബൈൽസിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചും അതിൽ ഏതായിരിക്കും നമുക്ക് പറ്റിയ ഓഫറിനെ കുറിച്ചും ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും കൂടി അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കാരണം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അത് ശരിയാക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.